മാതൃഭൂമി കീമാണ് പിന്തുണ ഉറപ്പാക്കാൻ വോട്ട് സമ്മർദ്ദം. കേരള സിലബസുകാരുടെ കൂട്ടായ്മ സുപ്രീം കോടതിയിലേക്ക് എന്ന് പറയുന്നു. ആദ്യഘട്ട ഓപ്ഷൻ രജിസ്ട്രേഷൻ 16 വരെ എന്നുള്ള കാര്യവും പറയുന്നുണ്ട് പ്രവേശനവുമായി ബന്ധപ്പെട്ട്. പിന്നെ മാതൃഭൂമിയുടെ പകുതി പേജ് പരസ്യമാണെന്ന്. ദേശാഭിമാനിയിൽ തകർക്കാൻ അനുവദിക്കില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖല വൈജ്ഞാനിക സമൂഹ സൃഷ്ടിക്ക് കോളേജുകളുടെ മികവിലും കേരളം എന്ന തലക്കെട്ടോടുകൂടി ദേശാഭിമാനി പാർട്ടി സെക്രട്ടറിയുടെ വാചകമാണ് പ്രധാനപ്പെട്ട ലീഡായി നൽകിയിരിക്കുന്നത്. സർവകലാശാലകൾ മതനിരപേക്ഷ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുന്നു. അതുപോലെ മോദിക്ക് ഭാഗവതിന്റെ ഒളിയമ്പ് എന്നുള്ള ഒരു വാർത്ത അത് മനോരമയും കൈകാര്യം ചെയ്യുന്നുണ്ട്. ദേശാഭിമാനിയും പ്രായം 75 കഴിഞ്ഞാൽ പിന്നെ വഴിമാറി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മനോരമയിൽ 75 ഭാഗവതിന്റെ ഉന്നമാര് എന്നതാണെങ്കിൽ ദേശാഭിമാനിയിൽ മോദിക്ക് ഭാഗവതിന്റെ ഒളിയമ്പ് 75 ആയാൽ നേതാക്കൾ വഴിമാറണം. നരേന്ദ്രമോദിക്ക് സെപ്റ്റംബറിൽ 75 വയസ്സ് പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് മോഹൻ ഭാഗവതിന്റെ വാചകം എടുത്ത് പ്രതിപക്ഷം അത് ആയുധമാക്കി മാറ്റുന്നത്. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. ഈ സമയത്ത് തന്നെ അത് അദ്ദേഹം പറഞ്ഞതിൽ എന്തോ ഇല്ലേ എന്നുള്ളതാണ്. പക്ഷേ BJP ഉടൻ പ്രതിരോധവുമായിട്ട് രംഗത്ത് വന്നു. മോദിക്ക് ഇതൊന്നും ബാധകമല്ല, മോദിക്ക് എക്സെപ്ഷൻ ഉണ്ട് എന്നാണ്. മാധ്യമത്തിൽ കീം തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. പിറകോട്ടടിച്ചത് 25,000 കുട്ടികളാണ് എന്ന കണക്കാണ് മാധ്യമം നൽകുന്നത്. 67,505 പേരുടെ പട്ടികയിൽ റാങ്ക് മാറാത്തവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ്. വൻ തിരിച്ചടി. 2024 +2 വിജയിച്ചവർക്ക് കുറഞ്ഞത് 15 മാർക്ക് വരെയാണ്. സിസ്റ്റം അല്ലാണ്ട് വേറെ എന്തൊട്ട് പ്രശ്നഷ്ട എന്ന് ചോദിക്കുന്നുണ്ട് മന്ത്രി ബിന്ദു. അപ്പോൾ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്.